ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി ഇന്ന് വിധി പറയും. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ക്രൂര ബലാത്സംഗത്തിനിരയായെന്ന യുവതിയുടെ മൊഴിയടക്കമുള്ള പോലീസിന്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്താകും ആ ജാമ്യാപേക്ഷയിൽ വിധി എന്നുള്ളതാണ്. അതേസമയം അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. രാഹുലിനെ കണ്ടെത്തി പിടികൂടി മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പാലക്കാട് ഒരു MLA കാണാതായിട്ട് 2 ആഴ്ചയോളമാവുന്നു. ഇന്നറിയാം MLAക്ക് പുറത്തു വരാൻ പറ്റുമെന്നുള്ളത്. കാരണം ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. അറസ്റ്റ് തടയണമെന്ന ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നെങ്കിലും അത്തരം നടപടികളിലേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ അറിയാം ജാമ്യം കിട്ടുമോ, അതല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് തടയുന്ന നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ. എന്തായാലും രാഹുലും അതോടൊപ്പം തന്നെ രാഹുലിന്റെ അനുയായികളൊക്കെ കാത്തിരിക്കുകയാണ്. അനുകൂലമായ വിധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ അതിജീവിതയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ക്രൂര ബലാത്സംഗമാണ് നേരിട്ടത്. വിവാഹ വാഗ്ദാനം ചെയ്താണ് രാഹുൽ അടുക്കുന്നത്. പിന്നീട് ചില ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഈ ഹോട്ടൽ മുറിയിലേക്ക്, ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. ആ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, പോലീസിന്റെ റിപ്പോർട്ടുകളാണ് പ്രോസിക്യൂഷൻ നൽകിയിരുന്നത്. ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. എന്തായാലും 11 മണിയോടെ നമുക്കറിയാം രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ.